ഇക്കഴിഞ്ഞ ഓഗസ്റ്റ് 26-നാണ് സ്റ്റാർഷിപ്പിന്റെ 10ാമത് പരീക്ഷണ വിക്ഷേപണം ദൗത്യം പൂർത്തിയാക്കിയത്. സ്റ്റാർഷിപ്പിന്റെ റോക്കറ്റ് ബൂസ്റ്ററിനെ പുനരുപയോഗിക്കാനാകും വിധം സുരക്ഷിതമായി ഇറക്കിയിരുന്നു. മുകളിലുള്ള സൂപ്പർ ഹെവി ബൂസ്റ്റർ നിയന്ത്രിതമായി ഇന്ത്യൻ മഹാസമുദ്രത്തിൽ വിജയകരമായി ഇറക്കുകയും ചെയ്തു. എന്നാൽ ഇത് വീണ്ടെടുക്കുക പ്രയാസമാണ്. അടുത്ത തവണ ഇത് വീണ്ടെടുക്കാനാകും വിധം ലാൻഡിംഗ് സോണുകളിൽ ഇറക്കാനായിരിക്കും പദ്ധതി. ബഹിരാകാശ യാത്രികരെ തിരിച്ചിറക്കണമെങ്കിൽ സ്റ്റാർഷിപ്പ് ഈ ശേഷി കൈവരിക്കേണ്ടതുണ്ട്. വലിയ വെല്ലുവിളികളൊന്നും ഉണ്ടായില്ല എങ്കിൽ അടുത്ത വർഷം 100 ടൺ ഭ്രമണപഥത്തിലെത്തിക്കുകയും സ്റ്റാർഷിപ്പിന്റെ റോക്കറ്റ് ബൂസ്റ്ററും സ്റ്റാർഷിപ്പും പിടിച്ചെടുക്കുകയും ചെയ്ത് സ്റ്റാർഷിപ്പിന്റെ പൂർണ്ണമായ പുനരുപയോഗ ശേഷി സ്പേസ് എക്സ് പ്രദർശിപ്പിക്കും. നിരവധി പരാജയങ്ങൾക്കൊടുവിലാണ് സ്റ്റാർഷിപ്പിന്റെ ഒടുവിലത്തെ വിക്ഷേപണം വിജയകരമായി പൂർത്തിയാക്കിയത്. പേലോഡുകൾ ഭ്രമണപഥത്തിൽ വിന്യസിക്കുന്നതും നിയന്ത്രിതമായി സമുദ്രത്തിൽ ഇറക്കുന്നതും വിജയകരമായി പൂർത്തിയാക്കി. സ്പേസ് എക്സിന്റെ ഫാൽക്കൺ 9 റോക്കറ്റ് ബൂസ്റ്ററുകളുടെ ലാൻഡിംഗ് രീതിയിൽ നിന്നും വ്യത്യസ്തമായി പ്രത്യേകം യന്ത്രക്കൈകൾ ഉപയോഗിച്ചാണ് സ്റ്റാർഷിപ്പിന്റെ റോക്കറ്റ് ബൂസ്റ്റർ സുരക്ഷിതമായി താഴെ ഇറങ്ങുന്നത്.